കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയോഡ് എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് എന്ന് നോക്കി. ഇനി അതുമായി സംബന്ധിച്ച് ഒരു പുതിയ ടേം റിപ്പിൾ ഫാക്ടർ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇതൊരു ഫുൾ വേവ് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡി സി വിത്ത് റിപ്പിൾസ് എന്ന് പറഞ്ഞത്. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പെർഫെക്റ്റ് ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനെ ഡി സി എന്ന് വിളിക്കാം, കാരണം ഒരു ഡയറക്ഷൻ പോസിറ്റീവ് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡി സി എന്ന് വിളിക്കാമെങ്കിലും അതിൽ എ സി കമ്പോണന്റ് ഉണ്ട്. ദിസ് റിപ്പിൾസ് ഇസ് എ റിസൾട്ട് ഓഫ് എ സി കമ്പോണന്റ്. അപ്പോൾ ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ ഡി സിയോടൊപ്പം കുറച്ച് എ സി കമ്പോണന്റും ഉണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിപ്പിൾസ് അവോയ്ഡ് ചെയ്യാം, എ സി കമ്പോണന്റ് അവോയ്ഡ് ചെയ്യാം. അതിനുള്ള പ്രോസസ്സാണ് ഫിൽട്ടർ ചെയ്യുക. വി ആർ ഫിൽട്ടറിങ് അവേ ദ എ സി കമ്പോണന്റ് ഇൻ എ റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. അപ്പോ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് റിപ്പിൾ ഫാക്ടർ എന്നൊരു ടേം ഡിഫൈൻ ചെയ്യാം. അപ്പോ എ സി കമ്പോണന്റിനെ ആണ് റിപ്പിൾസിന് കാരണം. അത് എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുവോ അത്രയും നല്ലതാണ് റെക്ടിഫിക്കേഷൻ പ്രോസസ്. റിപ്പിൾ ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: the ratio of RMS value of AC component to the DC component in the rectifier output is known as ripple factor. അതായത് RMS value of AC component, ACയുടെ നമ്മൾ എപ്പോഴും RMS ആണ് പറയുന്നത്, by value of DC component. അപ്പോൾ IAC by IDC. IAC എന്ന് പറഞ്ഞാൽ IRMS ആണ്. നമ്മൾ പറഞ്ഞു എ സിയെ പറ്റി പറയുമ്പോൾ RMS ആണ്. അപ്പോൾ IAC by IDC അല്ലെങ്കിൽ IRMS by IDC, അതാണ് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ എത്രത്തോളം റിപ്പിൾ ഫാക്ടർ കുറച്ചു വെക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും റെക്ടിഫയർ. കാരണം അത് കുറച്ചും കൂടെ കോൺസ്റ്റന്റ് ഡി സി ആയിരിക്കും തരിക, റിപ്പിൾസ് കുറവായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, റിപ്പിൾ ഫാക്ടർ നമ്മൾ ഔട്ട്പുട്ടിലുള്ള എ സി കമ്പോണന്റ് അല്ലെങ്കിൽ RMS കമ്പോണന്റ് ബൈ ഔട്ട്പുട്ടിലുള്ള ഡി സി കമ്പോണന്റ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് എടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെയുണ്ട്? എ സി കമ്പോണന്റും ഉണ്ട്, ഡി സി കമ്പോണന്റും ഉണ്ട് ഔട്ട്പുട്ടിൽ. അപ്പൊ അതിന്റെ IRMS ആണ് വേണ്ടത്. സോ ഇഫക്റ്റീവ് ടോട്ടൽ ലോഡ് കറന്റ് എന്ന് പറയുന്നത് IRMS is equal to root of IDC square plus IAC square. അതിൽ നിന്ന് നമ്മൾ എ സിയുടെ കമ്പോണന്റ് എന്താണെന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്തെടുക്കുക. അതിനുശേഷം IAC by IDC ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് 1 by IDC into root of IRMS square minus IDC square. So റിപ്പിൾ ഫാക്ടറിന്റെ ഫൈനൽ എക്സ്പ്രഷൻ ആണിത്. വേണമെങ്കിൽ IRMS by IDC the whole square minus 1 the whole root എന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് പറയാം. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്തായിരിക്കും നോക്കാം. ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു IRMS എന്ന് പറയുന്നത് IM by 2 ആണ്, IMAX by 2 ആണ്. IDC എന്ന് പറയുന്നത് IM by pi ആണ്. അപ്പോ ഈ രണ്ട് വാല്യൂസ് IRMSനും IDCക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നു നോക്കാം. അപ്പൊ റിപ്പിൾ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.21 എന്ന് കിട്ടും. ഹാഫ് വേവ് റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഫിക്സഡ് വാല്യൂ.
ഇനി ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസ് ആണെങ്കിലോ IRMS Im/√2 ആണ് ഇവിടെ IDC 2Im/π ആണ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ത് വരും? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 0.48. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ റിപ്പിൾ ഫാക്ടർ ചെറുതായിരിക്കും. അതുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് കൂടുതൽ നല്ലത്. അവിടെ AC കമ്പോണന്റ് കുറവായിരിക്കും when compared with half wave rectifier. റെക്ടിഫയേഴ്സിനെ കുറിച്ച് ഇത്രയും നോക്കിയ സ്ഥിതിക്ക് നമുക്ക് ആ 3 റെക്ടിഫയേഴ്സിനെയും ഒന്ന് കമ്പയർ ചെയ്ത് ടേബിൾ നോക്കാം. നമ്പർ ഓഫ് ഡയോഡ്സ് റിക്വയർഡ്, ഹാഫ് വേവിന് 1 ഡയോഡ്, ഫുൾ വേവിന് 2 ഡയോഡ്, സെന്റർ ടാപ്പ് ആവുമ്പോൾ ബ്രിഡ്ജ് ആവുമ്പോൾ 4 ഡയോഡ്. ട്രാൻസ്ഫോമർ വേണ്ടത് ഇതിന് മാത്രമാണ് ട്രാൻസ്ഫോമർ വേണ്ടത്. എഫിഷ്യൻസി 40.6 ആണ് ഹാഫ് വേവിന്, ഫുൾ വേവ് രണ്ടെണ്ണത്തിനും 81.2. റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവിന് 1.21, ഫുൾ വേവിന് 0.48. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയായിരിക്കും ഹാഫ് വേവിന്. സെന്റർ ടാപ്പിന് ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും, ബ്രിഡ്ജിനും ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് സെന്റർ ടാപ്പിന് മാത്രം 2 VM വരും, മറ്റേത് രണ്ടിനും VM തന്നെയായിരിക്കും. VM എന്ന് പറയുന്നത് മാക്സിമം സെക്കൻഡറി വോൾട്ടേജ്. സോ ദിസ് ഇസ് എ കമ്പാരിസൺ ടേബിൾ ഫോർ ദ 3 റെക്ടിഫയേഴ്സ്. റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ AC കമ്പോണന്റ് കുറച്ച് ഉണ്ടാകും എന്ന് മനസ്സിലായി. അപ്പൊ അതിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട്. A filter circuit is a device which removes the AC component of rectifier output but allows the DC component to reach the load. ലോഡ് റെസിസ്റ്റൻസ് RL എത്തുന്ന AC കമ്പോണന്റിനെ ഒഴിവാക്കുക റെക്ടിഫിക്കേഷന് ശേഷം. അതിനെയാണ് ഫിൽട്ടറിംഗ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു റെക്ടിഫയർ ഔട്ട്പുട്ട് ഉള്ളപ്പോൾ അതിൽ നിന്ന് ഈ AC കമ്പോണന്റിനെ കളഞ്ഞ് അത് കഴിയുന്നതും ഒരു DC ആക്കുക. അത് ചെയ്യുന്ന സർക്യൂട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഇനി പലതരത്തിലുള്ള ഫിൽട്ടർ സർക്യൂട്ട്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ്. അതായത് അതിൻ്റെ സർക്യൂട്ട് കണ്ട പ്രവർത്തനം മനസ്സിലാവും. റെക്ടിഫയർ എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കുന്നു. അതിൽ ACയും DCയും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിലെ ACനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കപ്പാസിറ്റർ ലോഡിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റർ. അപ്പോ എന്തുണ്ടാവുന്നു എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ ACക്ക് ലോ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കുറവാണ്, അല്ലെങ്കിൽ റിയാക്ടൻസ് ഫോർ AC ഇസ് ലെസ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് വരുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ആ AC കമ്പോണന്റ് ഇതിലേക്കൂടെ ഒഴുകും, ഇതിലേക്കൂടെ DC കമ്പോണന്റ് പോകുന്നു. ഇനി ഈ വോൾട്ടേജ് കുറയാൻ തുടങ്ങുമ്പോൾ, പീക്ക് വാല്യൂവിൽ നിന്ന് കുറയാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഇതിൽ എന്ത് ചാർജ് ചെയ്ത് വെച്ചിരുന്നുവോ അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇതിങ്ങോട്ട് കുറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇവിടുന്ന് ഒരു അഡീഷണൽ വോൾട്ടേജ് ഇവിടുന്ന് ഡിസ്ചാർജ് വോൾട്ടേജ് ആയി വരും. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ കൂടി ഇതിങ്ങനെ കുറയേണ്ടതായിരുന്നു. അതിന് പകരം ഈ കപ്പാസിറ്ററിൽ നിന്നുള്ള ഒരു വോൾട്ടേജ് ഡിസ്ചാർജ് കാരണം ഇവിടം വരെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് അത് ആഡഡ് അപ്പ് ആയിട്ട് അത് തിരിച്ചു കൂടും.
അപ്പൊ അങ്ങനെ ഫൈനലി നോക്കിയാൽ ഈ റെഡ് ലൈൻ വേരിയേഷനെ വരാൻ പോകുന്നുള്ളൂ. അതായത് എ സി കമ്പോണന്റ് അല്ലെങ്കിൽ റിപ്പിൾസ് കുറഞ്ഞു എന്ന് പറയാം. ഇതിന് കാരണം കപ്പാസിറ്റർ പാരലായി വെച്ചിരിക്കുകയാണ്, ബൈപ്പാസ് ചെയ്യും എ സിനെ. ദാറ്റ് ഇസ് എ വേർഡ് ദാറ്റ് യു ക്യാൻ യൂസ്. ദ കപ്പാസിറ്റർ ബൈപ്പാസസ് ദ എ സി കമ്പോണന്റ് because it has got low reactance for AC. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫിൽറ്ററിംഗ് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ വയറ് ക്ലോസ് ആയിട്ട് വൈൻഡ് ചെയ്ത കോയിൽ എന്നെടുത്തോളൂ. അപ്പോ ഇൻഡക്ടർ എ സിയെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ എ സിക്ക് ലോ റിയാക്ടൻസ് പാത്ത് ആവുമ്പോൾ ഇൻഡക്ടർ എ സിക്ക് ഹൈ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുക. അപ്പോ എ സി ഇവിടുന്ന് റെക്ടിഫയർന്ന് വരുമ്പോൾ അതിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഇവിടെ ഡെസിപ്പേറ്റ് ചെയ്ത് പോകും ആ എ സി വോൾട്ടേജ്. സോ a part of rectification is done here. അത് കഴിഞ്ഞ്, as explained earlier, this capacitor offers a low reactance path for AC. അപ്പോൾ ഇതിലെ കൂടെ കുറച്ച് ബൈപ്പാസ് ചെയ്ത് പോകും. അങ്ങനെ ഫൈനലി ലോഡിലേക്ക് എത്തുന്ന എ സി കമ്പോണന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നേരത്തെ ഇങ്ങനെ നീട്ടി വരച്ചിരുന്നത് ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെയുള്ള ഒരു ചെറിയ വേരിയേഷനിൽ ഒതുങ്ങുന്നു. ഇറ്റ് has become more or less a DC with only small variations at the peak values. അപ്പോൾ inductance L offers reactance and capacitor C offers a short circuit bypass path for the AC. So the final AC that reaches the load will be reduced. ഇതിനെയാണ് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡക്ടൻസ് കോയിൽ അല്ലെങ്കിൽ ചോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ഉണ്ടായിരുന്ന എ സി ഫ്ലക്ച്വേഷൻസ് ഫൈനലി വളരെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ആയി മാറുന്നു. ഇനി മൂന്നാമത്തെ തരം ഫിൽറ്റർ സർക്യൂട്ട് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. ഇതിന് വേറൊരു പേരിലും അറിയപ്പെടാറുണ്ട്, പൈ ഫിൽറ്റർ എന്ന്. അതിന്റെ സ്ട്രക്ചറും കൊണ്ട് പൈ എന്നുള്ള ഷേപ്പ് മാതിരി വരുന്നത് കൊണ്ടാണ് പൈ ഫിൽറ്റർ എന്നും അറിയപ്പെടുന്നത്. സോ ഇറ്റ് ഇസ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈ ഫിൽറ്റർ. ഇതിൽ എന്താ ഉണ്ടാവുന്നത്? ഇവിടെയാണ് നമ്മുടെ റെക്ടിഫയർ ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ എ സി ഇവിടുന്ന് എ സി കമ്പോണന്റും ഡി സി കമ്പോണന്റും ഉണ്ട് ഇവിടെ വരുന്ന റെക്ടിഫയർ ഔട്ട്പുട്ടിൽ. അതിന്റെ എ സി കമ്പോണന്റ് വിൽ ബി ബൈപാസ്ഡ് ബൈ ദിസ് കപ്പാസിറ്റർ partly, and some other part of AC will be blocked by this inductance coil, choke L, and the remaining part of AC will be bypassed by this capacitor C, and only the remaining part of DC will reach the load. അപ്പോൾ ഇവിടെ വരുന്നതിൽ ഇത്രയും റിപ്പിൾസ് ഉണ്ടെങ്കിൽ ഫൈനലി ലോഡിൽ വരുന്ന ഔട്ട്പുട്ടിൽ റിപ്പിൾസ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതാണ് തേർഡ് ലെവൽ ഓഫ് ഫിൽറ്ററിങ്. അതിനെയാണ് നമ്മൾ പൈ ഫിൽറ്റർ